Good morning, students. Adutha university question idana. Using convolution theorem, find L inverse S by S square plus A square whole square. ഇത് മെയ് 2019 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ച ചോദ്യം. ഇത് എങ്ങനെ ചെയ്യണം നോക്കാം. നമുക്ക് ലെറ്റ് F bar S is equal to S by S square plus A square. G bar S is equal to 1 by S square plus S. Then L inverse F bar is equal to S by S square plus A square എന്താണ്? Cos AT. L inverse G bar S എന്താണ്? 1 by A sin AT. ഇത് നമ്മൾ F of t എന്ന് വിളിച്ചു. ഇത് നമ്മൾ G of t എന്ന് വിളിച്ചു. Then F of u എന്താണ്? Cos AU. G of t minus u എന്താണ്? 1 by A sin A into t minus u. Then L inverse F bar S G bar S is equal to integral 0 to t F of u G of t minus u du. That is integral 0 to t cos AU into 1 by A sin AT minus AU. That is 1 by A into 1 by 2. Integral 0 to t 2 cos AU sin AT minus AU d. എന്തിനാണ് 2 കൊണ്ട് ഗുണിച്ചത്? ഇവിടെ 2 cos A sin B എന്നുള്ള ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 2 കൊണ്ട് ഗുണിക്കുകയും 2 കൊണ്ട് ഹരിക്കുകയും ചെയ്തത് കേട്ടോ. എന്താണ് 2 cos A cos B? 2 cos A sin B യുടെ റിസൾട്ട് എന്താണ്? sin A plus B minus sin A minus. ഇതാണ് 2 cos A sin B യുടെ റിസൾട്ട്. 2 cos A sin B is equal to sin A plus B minus sin A. ആ ഐഡന്റിറ്റി അപ്ലൈ. ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ then this is equal to 1 by 2a integral 0 to t 2 cos A sin B. 2 cos A sin B apply ചെയ്യുമ്പോൾ sin AU plus AT minus AU. Then minus sin AU minus AT minus AU. That is equal to 1 by 2a integral 0 to t. AU കട്ടായി പോകുന്നു. അപ്പൊ sin AT minus sin ഇവിടെ AU കൂട്ടുമ്പോൾ 2AU minus AT. ഇന്റഗ്രേഷൻ ചെയ്യാൻ ഭാഗത്തിലേക്ക് നമ്മൾ അതിനെ കൺവെർട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേഷൻ ചെയ്തതിനു ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരും കേട്ടോ. This is equal to 1 by 2a sin AT നെ sin AT is a constant ആണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു u വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ sin AT എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? നമുക്ക് u into sin AT വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. u into sin AT ആണ്. മൈനസ് ഇവിടെ sin 2AU minus sin minus AT ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് cos 2AU minus AT divided by 2a. ഈ യുവിന്റെ കോഎഫിഷ്യന്റ് താഴെ എഴുതി 0 to t. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 by 2a ഇവിടെ യൂണിറ്റ് കൊടുക്കുമ്പോൾ t sin AT പ്ലസ് ഇനി നമ്മള് യൂണിറ്റ് കൊടുക്കുമ്പോൾ 2AT അപ്പൊ പ്ലസ് cos 2AT AT കൊടുക്കുമ്പോൾ cos AT by 2. അപ്പർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഈ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് ടൈം 0 ആയിപ്പോ. രണ്ടാമത്തെ ടൈം എന്താവും? ഇവിടെ പ്ലസ് ഇവിടെ യൂണിറ്റ് 0 കൊടുത്തപ്പോ cos minus AT cos minus theta is equal to cos theta ആണ്. അപ്പൊ cos AT by 2a. അപ്പൊ നമുക്ക് 1/2a
ഇവിടെ ഈ cos 80/2a cos 80/2a വെട്ടിപ്പോവും. ബാക്കി എന്താ കിട്ടുന്ന ആൻസർ? t sin 80. അപ്പൊ നമ്മുടെ ആൻസർ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ കിട്ടുന്നത്? t sin 80/2a എന്ന ആൻസർ. ഇവിടെ നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്തു കേട്ടോ. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്തിട്ടാണ് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ്, അല്ലെങ്കിൽ തിയറം ഏതാണ്? കൺവല്യൂഷൻ തിയറം. കൺവല്യൂഷൻ തിയറം പറയുന്നത് എങ്ങനെയാണ്? L inverse FR is equal to f of t and L inverse G bar is equal to G of t. Then L inverse FRS G bar is equal to integral 0 to t f of u G of t minus u du. അതാണ് നമ്മുടെ ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തിയത്. അപ്പൊ ആൻസർ കണ്ടെത്തിയപ്പോ ഫൈനൽ കിട്ടിയ ആൻസർ എന്താണ്? t sin 80/2a. ഇത് ഏത് വർഷം ചോദിച്ച ചോദ്യമാണ്? മെയ് 2019 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിൽ സ്റ്റുഡൻസിനോട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്.